അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ എഞ്ചിനീയർ കുഞ്ഞഹമ്മദ് പറമ്പാടൻ സാഹിബ് കൊണ്ടോട്ടി ചോദിച്ചിരിക്കുന്നത്, ബാങ്കിൻ്റെ ശേഷം ദുആ ഉണ്ട്, ഇഖാമത്തിൻ്റെ ശേഷം ദുആ ഉണ്ടോ? ഷാഫി മദ്ഹബ് പ്രകാരം ദുആ ഉണ്ട്. ഇവിടെ ചില പള്ളികളിൽ ഇഖാമത്തിൻ്റെ ശേഷം ദുആ കഴിഞ്ഞാലും കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇമാം തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. എന്താണ് ഖുർആനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇതേപ്പറ്റി പറയുന്നത് എന്നാണ്. ഇവിടെ ബാങ്കിന് അദാൻ എന്നും ഇഖാമത്തിന് ഇഖാമത്ത് എന്നുമാണ് ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ ഇഖാമത്തിനും അദാൻ എന്ന പദം ഹദീസിൽ വന്നിട്ടുണ്ട്, സ്വഹീഹ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അദാനിന് ശേഷമുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഇഖാമത്തിന് ശേഷവും സുന്നത്താണ് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണം. അത് തന്നെയാണ് ഷാഫി മദ്ഹബിലും പറയുന്നത്. സലഫി പണ്ഡിതന്മാരും നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അത് അംഗീകരിക്കുന്നുണ്ട്. ഇനി അത് പ്രത്യേകം സുന്നത്തല്ല എന്ന് പറയുന്നവർ പോലും അത് മുബാഹാണ്, അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അവരുടെ ഫത്വയിലൊക്കെ അനുവദനീയമാണെന്നാണ് കാണാം. ഇവിടെ ഹദീസ് ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ കാണാം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉ നിദാ, നിദാ കേൾക്കുമ്പോൾ ആരൊരുത്തൻ ഇങ്ങനെ പറഞ്ഞു. നിദാ എന്ന് പറഞ്ഞാൽ അദാനാണ്, ബാങ്ക് വിളിക്കുന്നത്. ഇഖാമത്തിനും അദാൻ എന്നുള്ള പ്രയോഗമുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി വസ്സലാത്തിൽ ഖായിമത്തി ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅദ്തഹു എന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ, അപ്പോൾ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയാണ് ഈ പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി, അവന് എൻ്റെ ഷഫാഅത്ത് ലഭിക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ചില റിപ്പോർട്ടുകളിൽ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് എന്നുകൂടി വന്നിട്ടുണ്ട്, അതും സഹീഹായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാം വൽ ഇഖാമത്തു അഹദുൽ അദാനൈനി, ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ അദാനൈനിയിൽ പെടും, അദാനാനി എന്നാ പറയാം. അപ്പോൾ രണ്ട് അദാനിൻ്റെ ഇടയിൽ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടെന്ന് ഹദീസുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് അദാനിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് അദാൻ, ഒന്ന് അദാനും ഒന്ന് ഇഖാമത്തുമാണ്. അപ്പോൾ രണ്ടിനും അദാൻ എന്ന പ്രയോഗമുണ്ട് ആ ഹദീസിൽ. ومن ثم نص كثير من العلماء على مشروعية هذا الذكر بعدها كما هو مشروع بعد الأذان. അപ്പോൾ അദാനിന് ശേഷം ഈ ദിക്ർ അല്ലെങ്കിൽ ഈ ദുആ സുന്നത്തുള്ളത് പോലെ ഇഖാമത്തിന് ശേഷം ഇത് സുന്നത്തുണ്ടെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഖാല ഇബ്നു ഹജർ അൽ മക്കി, ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നു, ലം അറ മൻ ഖാല ബിനദ്ബി സ്വലാത്തി വസ്സലാമി അവ്വലൽ ഇഖാമത്തി, ഇഖാമത്തിന്റെ തുടക്കത്തിൽ സ്വലാത്തു സലാം, നബി സ്വലാത്തു സലാം ചൊല്ലുക എന്നത് സുന്നത്താണ് എന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇന്നമല്ലദീ ദക്കറഹു, പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, അയിമ്മത്തുന, നമ്മുടെ ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത്, അന്നഹുമാ സുന്നത്താനി അഖിബൽ ഇഖാമത്തി കല്ലദാനി. ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇഖാമത്തിന്റെ ശേഷം ബാങ്കിനെ പോലെ തന്നെ നബിയുടെ മേൽ സ്വലാത്തു സലാം ചെല്ലൽ സുന്നത്തുണ്ട് എന്ന്, അതാണ് ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത്. ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഹദീസിൽ വന്നിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് വരെ നബിയുടെ മേലിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാം, അല്ലെങ്കിൽ ചുരുങ്ങിയ രൂപത്തിലെങ്കിലും ചൊല്ലാം. അത് പ്രത്യേക സുന്നത്തുണ്ട്. അത് ബാങ്കിന് ശേഷം ഇഖാമത്തിന് ശേഷം സുന്നത്തുണ്ട്. ഇനി സൗദിയിലെ ലജ്നത്തു ദായിമയുടെ ഫത്വയിൽ കാണാം, ജാഫി ഫതാവൽ ലജ്നത്തി വഖദ് സഹ്ഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ട് വന്നിട്ടുണ്ട്, അവിടുന്ന് പറഞ്ഞതായിട്ട്, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ, മുഅദ്ദിൻ അദാൻ വിളിക്കുന്നത് കേട്ടാൽ നിങ്ങളും എന്ത് ചെയ്യുക, അതേപോലെ പറയാം. വഹാദാ യഉമ്മുൽ അദാന വൽ ഇഖാമത്ത, ഇത് അദാനും ഇഖാമത്തിനും ബാധകമാണ്. അത് ഹയ്യ അലസ് സ്വലാ എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അതാണ് ചൊല്ലേണ്ടതെന്നൊക്കെ പ്രത്യേകം വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇവിടെ ലിഅന്ന കുല്ല മിൻഹുമാ യുസമ്മ അദാനൻ, ഇവിടെ ലജ്നയുടെ ഫത്വയിലും കാണാം അദാനും ഇഖാമത്തിനും അദാനി എന്ന് പേരുണ്ട്. അതുകൊണ്ടാണ് ഈ എന്താണോ വിളിക്കുന്നത്, ഇപ്പൊ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ നമ്മളും അല്ലാഹു അക്ബർ എന്ന് വിളിക്കാന്ന് പറയുന്നത്. സുമ്മ യുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ഖൗലൽ മുഖീമി, പിന്നെ ഇഖാമത്ത് വിളിക്കുന്നവൻ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുക. വയഖൂലു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി വസ്സലാത്തിൽ ഖായിമത്തി. അപ്പോൾ ഇതിലും അങ്ങനെയാണ്, നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയ ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി എന്ന് ചൊല്ലുന്ന കാര്യമാണ് പറയുന്നത്. കമാ യഖൂലു ബഅദൽ അദാൻ, അദാനിന് ശേഷം ചൊല്ലുന്ന പോലെ തന്നെ.
വലാ നഅലമു ദലീലൻ യസ്ഹു യദുല്ലു അല ഇസ്തിഹ്ബാബി ദിക്രി ഷൈഇൻ മിനൽ അദ്ഇയതി ബഅദ ഇന്തിഹാഇൽ ഇഖാമത്തി വഖബല തക്ബീറത്തുൽ ഇഹ്റാമി സിവാ മാ ദക്കറ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ ദിക്റുകൾ നബിയുടെ പേര് സ്വലാത്തും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി ഇത് രണ്ടും അല്ലാതെ ഇഖാമത്തിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാമിന് മുമ്പേ ആയിട്ട് വേറെ ദിക്റുകളൊന്നും പറയപ്പെട്ടതായിട്ട് തെളിവുകൾ നമുക്ക് അറിയില്ല സ്വഹീഹായിട്ട് വന്നതായിട്ട്. അപ്പം വേറെ എന്തെങ്കിലും ആളുകൾ വരുന്നുണ്ടെങ്കിൽ അതൊന്നും ഷറാക്കപ്പെട്ടതല്ല എന്നാണ് മനസ്സിലാവുന്നത്. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളത് നബിയുടെ പേര് സ്വലാത്ത് ഇല്ല എന്നും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മത്തി എന്ന് ചൊല്ലാണ്. ഇവിടെ രണ്ട് ഫത്വയിലും കണ്ടത് ആദ്യം നബിയുടെ പേര് സ്വലാത്ത് ഇല്ല എന്നിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മത്തി എന്ന് ചൊല്ലാം.